ഹലോ, അടുത്ത കുക്കിംഗ് വീഡിയോ ആണേ. ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ പനീറിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഞാൻ ഒന്ന് മസാല പുരട്ടി ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് തൈരും കൂടെ ചേർത്താണ് ഞാനിതിനെ മിക്സ് ചെയ്തത്. പിന്നെ ഒരു 10 മിനിറ്റ് വെച്ചു കേട്ടോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ. പിന്നെ പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ മസാല പുരട്ടി വെച്ചിരിക്കുന്ന പനീറെല്ലാം കൂടെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പുറത്ത് തിരിച്ചും മറിച്ചും ഇട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചെറുത് കൂടുതൽ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്, പക്ഷേ എങ്കിലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു സവാള, കുറച്ച് ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി, ഒരു ക്യൂബ് ബട്ടറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ മുഴുവൻ മസാലകളായിട്ട് പട്ട, ഏലയ്ക്ക, ഗ്രാമ്പൂ ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും നമ്മുടെ ബട്ടർ മസാലയ്ക്ക് എപ്പോഴും ഒരു ചെറിയ മധുരമാണല്ലോ. അപ്പം തക്കാളി 2 വലിയ തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്. അതിനെയും ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഇതിനും കൂടെ നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് ഞാൻ ഒരു പിടി കാഷ്യനട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാഷ്യനട്ടും കൂടെ ഇട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് എടുത്തതിന് ശേഷം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനോട്ട് മസാലകളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും കൂടെ ഇട്ടിട്ട് നമ്മുടെ സവാളയും ഇതെല്ലാത്തിൻ്റെയും കൂടെ ഒന്ന് പച്ചമണം മാറ്റി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിന് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാൻ അതേ പാനിൽ തന്നെ 1 ക്യൂബ് ബട്ടറും കൂടെ ഇട്ടതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഇത്തിരി ഡിമ്മായിരിക്കുന്നു കേട്ടോ. അതിന് സോറി. അപ്പം ഞാൻ ഈ മസാല ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീറും കൂടെ ഇട്ട് ഫ്രഷ് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ. എന്നിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന കസൂരി മേത്തി ഒന്ന് പൊടിച്ച് അതിൻ്റെ പുറത്ത് ഇടുന്നുണ്ട്. കസൂരി മേത്തി കേട്ടോ ഇതിൽ മെയിൻ ക്യാരക്ടർ ശരിക്കും പറയാനുള്ളത്. അതാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഫ്ലേവർ തന്നെ കൊടുക്കുന്ന ഒരു സംഭവം. കസൂരി മേത്തിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു അലങ്കോലപ്പണിക്ക് വേണ്ടിയിട്ട് ഫ്രഷ് ക്രീം ഒന്ന് ഒഴിച്ചെന്നെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ആദ്യമായിട്ട് നാൻ ഉണ്ടാക്കി, അതും സക്സസ്ഫുള്ളായിരുന്നു. അപ്പം ഞങ്ങളിവിടെ നാനും പനീർ ബട്ടർ മസാലയും പിന്നെ ഒരു മുട്ട കേട്ടോ ഞാൻ കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.